മകരവിളക്കിനോടനുബന്ധിച്ച് ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രം കാനനപാതയിലൂടെ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു. ദിവസേന 5000-ഓളം തീർത്ഥാടകരാണ് ഇതുവഴി കടന്നുപോകുന്നത്. ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദിനംപ്രതി ശരാശരി 4000-നും 5000-നും ഇടയിൽ അയ്യപ്പ ഭക്തരാണ് കാനനപാതയിലൂടെ കടന്നുപോയിരുന്നത്. മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറന്നതോടെ ഇതിലും വലിയ തിരക്കാണ് ഇതുവഴി അനുഭവപ്പെടുന്നത്. ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളിലെ ഗതാഗതക്കുരുക്കും പമ്പ വഴി സന്നിധാനത്തേക്കുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്കും മൂലം പലരും സന്നിധാനത്തേക്ക് പോകാൻ പരമ്പരാഗത കാനനപാത തെരഞ്ഞെടുക്കുന്നു. എന്നാൽ ഇത്തവണ ഇവിടെ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ കാര്യക്ഷമമല്ല. സത്രത്തിൽ നിന്ന് പുല്ലുമേട് വഴി പോകുന്ന പാതയിലെ വലിയ കയറ്റങ്ങളുള്ള ഭാഗത്ത് പിടിച്ചു കയറുന്നതിനായി പ്ലാസ്റ്റിക് വടം സ്ഥാപിച്ചിട്ടുണ്ട്. മഴയുള്ളപ്പോൾ ഈ വടത്തിൽ പിടിച്ചു കയറാൻ അയ്യപ്പ ഭക്തർക്ക് കഴിയില്ല. കാനനപാതയിലെ ഇടത്താവളമായ സത്രത്തിൽ വാഹന പാർക്കിങ്ങിന് ആവശ്യമായ സൗകര്യമൊരുക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. 3 അയ്യപ്പ ഭക്തർ കൊഴിഞ്ഞു മരിച്ചിട്ടും പ്രാഥമിക ചികിത്സാ കേന്ദ്രം തുടങ്ങിയിട്ടില്ല. തിരക്ക് ഇനിയും വർദ്ധിക്കുന്ന സാഹചര്യത്തിലെങ്കിലും കാനനപാതയിലൂടെ കടന്നുപോകുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ്. അമൃത ന്യൂസ്, ഇടുക്കി.